ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സംഭവമാണ് ഒരു മീനാണ്. ആ മീൻ വിദേശത്ത് നിന്ന് വന്നാണ്. അത് കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ മക്കളൊക്കെ വിദേശത്തും അച്ഛനമ്മമാരൊക്കെ നാട്ടിലും അല്ലെങ്കിൽ നാട്ടിലും വിദേശത്തായിട്ടുള്ള ജീവിതമാണല്ലോ. അപ്പോൾ എങ്ങനെ നല്ലൊരു ഫ്രഷായിട്ടുള്ള മീൻ അല്ലെങ്കിൽ ഇറച്ചി എന്നുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തുവിടാം. അതെങ്ങനെ കൊടുത്തുവിടാം, ഫ്രഷായിട്ട് തന്നെ കൊടുത്തുവിടാം എന്നുള്ള സംഭവമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഉണ്ട് ഒരു മീൻ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചെയ്യുന്നുണ്ട്. അവർക്ക് മീൻ ഫിഷിങ്ങാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ മീൻ പിടിച്ച് ലൈവ് കാണിക്കുമ്പോൾ ഞാൻ തമാശ പറഞ്ഞ് മീൻ എത്തിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷയില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്ന് കയറി കയ്യിൽ പൊതി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കര തണുപ്പ് ഇതെന്താണെന്നോർത്ത്. കണ്ടോ, ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. ആ കവറാണ് ഈ മീനിനെ അതിൽ ചൂടായാലും തണുപ്പായാലും അതിനെ സംരക്ഷിക്കുന്നത്. ആ കവറാണ്. ആ കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തെർമൽ ബാഗ് എന്നാണ് അതിൻ്റെ പേര്, തെർമൽ ബാഗ്. അത് വാങ്ങിക്കാൻ കിട്ടും. ഈ ബാഗ് ചെറുതായിപ്പോയി. ഇച്ചിരി വലിയ ബാഗാണെങ്കിൽ ആ വാൽ ഭാഗത്തൊന്നും ഐസ് പിടിച്ചിട്ടില്ല. ആ കവർ ചെറുതായിപ്പോയിട്ടുണ്ട്. വാലിൻ്റെ ഭാഗത്ത് ഐസില്ല. എന്നാലും അതൊന്നും ഒരു കേടില്ല. മീൻ മൊത്തത്തിലുള്ള തണുപ്പ് കൊണ്ട് അത് നല്ല ഐസായിട്ട് തന്നെ ഇരുന്നു, കട്ടയായിട്ടിരുന്നു, ഒരു കേടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ ചൂടായിട്ടുള്ള സാധനമാണെങ്കിൽ ഈ ബാഗിൽ വെച്ചാൽ അത് ആ ചൂട് നിലയ്ക്കും, തണുപ്പാണെങ്കിൽ തണുപ്പ് നിലയ്ക്കും. അപ്പോൾ എന്ത് സാധനം ഫ്രഷായിട്ട് നമുക്ക് വിദേശത്തേക്കും നാട്ടിലേക്കും എത്തിക്കാം എന്നുള്ളതിനൊരു ഉദാഹരണം കാണിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ എത്തിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട സംഭവമായി. അപ്പോൾ ഇത് നാട്ടുകാർക്കാർക്കും പ്രയോജനപ്പെട്ടോട്ടെ. മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്കും പ്രയോജനപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ മീൻ അവർ പറഞ്ഞതിൻ്റെ പേര് ശേരി എന്ന മത്സ്യമാണെന്നാണ് പറഞ്ഞത്. ഒരു 5 kg എൻ്റെ എബവ് ഉണ്ടായിരുന്നു, 6 kilo അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മീൻ എന്നാൽ കുറച്ച് പിടിച്ചുകൊണ്ടിരുന്നത് ഫ്രഷായിട്ടിരുന്നു. കണ്ട് ഐസ് അതൊന്നും പോരുന്നല്ലോ, കട്ടയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഐസ് കൂടാതെ ഞാൻ പൊട്ടിച്ചിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ വന്നാൽ ഒരു വൈകുന്നേരം രാവിലെ വന്ന് എയർപോർട്ടിൽ നിന്ന് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ 5-8 മണിക്കൂർ ശേഷമാണ് എനിക്ക് എൻ്റെ അടുത്ത് എത്തണത്. എന്നിട്ടും ആ സാധനത്തിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഫ്രണ്ട്സ് ഞാൻ പ്രതീക്ഷ പറഞ്ഞല്ല, തമാശ പറഞ്ഞ കാര്യമായി. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട സംഭവമാണെന്ന് തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. See you. Bye. Okay.